ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്നു. ന്യൂനപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്കെതിരെ അക്രമങ്ങൾ തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. പുതുവത്സര തലേന്ന് 40-കാരനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്ത്യ പ്രതിഷേധം അറിയിക്കുന്നു. വലിയ ആശങ്കയുണ്ട് അവിടുത്തെ സാഹചര്യത്തിൽ. പക്ഷേ അവിടെ അക്രമങ്ങൾ അമർച്ച ചെയ്യാൻ സാധിക്കുന്നില്ലേ? ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായുള്ള അക്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സംഭവമാണ് ബംഗ്ലാദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകൾക്ക് എതിരെയാണ് ഈ അക്രമങ്ങൾ തുടരുന്നത്. പുതുവത്സര തലേന്ന് 40-കാരനായ ഫാർമസി ഉടമ ഗഗൻ ചന്ദ്ര എന്നയാളെയാണ് ആൾക്കൂട്ടം കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് സമീപത്തുള്ള കുളത്തിലേക്ക് ചാടി ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഗഗൻ ചന്ദ്രയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും 2 ആഴ്ചക്കിടെ തന്നെ ഉണ്ടാകുന്ന 4ാമത്തെ അക്രമമാണ് ഇത്. സെക്യൂരിറ്റി ജീവനക്കാരനായ വിജേന്ദ്ര വിശ്വാസ് എന്നയാളെ സഹപ്രവർത്തകൻ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനു മുമ്പായി അമൃത മണ്ഡൽ, ദീപു ചന്ദ്രദാസ് എന്നീ 2 പേർ ക്രൂരമായ ആൾക്കൂട്ട ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവങ്ങളിൽ ഇന്ത്യ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനെ ആശങ്ക അറിയിച്ചിരുന്നു. ബംഗ്ലാദേശിന്റെ പ്രതിനിധിയെ വിളിച്ചു വരുത്തി തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിലെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും സമാനമായ അക്രമ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ തുടരുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ. ഇത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് സാഹചര്യങ്ങൾ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ശരി ബൽറാം, ഏതായാലും ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആശങ്കപ്പെടുന്ന വാർത്തയാണ്. ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി വരുന്നത് യുവാവിനെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയാൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു, വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോഴും അയാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.